പ്രിമച്വർ ബേബീസ് അഥവാ മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾ. ഇന്നിപ്പോൾ ഇതൊരു സർവ്വസാധാരണമായ ഒരു ടോപ്പിക്കാണ്. അപ്പം ഇത് എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ്. അവർ കൂടുതലും ചിന്തിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വല്ല അംഗവൈകല്യം ഉണ്ടാവുമോ, മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രിമച്വർ ബേബീസ് എന്ന് പറഞ്ഞാൽ ഡിസേബിൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെയാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ കെയർ ചെയ്യും, നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതും കൂട്ടിയിരിക്കും അവരുടെ ഫ്യൂച്ചർ ലൈഫ്. ഞാനും ഒരു പ്രിമച്വർ ബേബിയുടെ അമ്മയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള വാക്കുകളും പലതരത്തിലുള്ള ഇതും കേട്ടിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മൾ ആരെയും മെയിനായിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കുക. നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളെ നോക്കാനോ അവർക്ക് പിന്നെ ഒരു ഉയർച്ച ഉണ്ടാവാനോ പറ്റില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് നല്ല കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുമോ അതുപോലെ എല്ലാം വളരെ ഹാപ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പം എൻ്റെ ഒരു സ്റ്റേജ് പറയുകയാണെങ്കിൽ 6 months എൻ്റെ കുഞ്ഞിൻ്റെ ജനനം. അത് കഴിഞ്ഞിട്ട് ഒരു 5 months കുഞ്ഞ് NICUലായിരുന്നു. പിന്നെ 1 month വെൻറ്റിലേറ്ററിലായിരുന്നു. ആ ഒരു ടൈമിൽ ഡോക്ടർ നമ്മൾ അത്രമാത്രം വിശ്വസിച്ചു. അപ്പം നമ്മൾ ആ ടൈമിൽ കൊടുക്കുന്ന ആ ഒരു കെയർ ഉണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ട് കൊടുക്കുക കുഞ്ഞിന്. അപ്പം ഡോക്ടർ വാക്ക് തന്നതാണ്, അതിൽ നമ്മൾ നന്നായിട്ട് വിശ്വസിച്ചു. എന്നും കരുതി നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. നമ്മൾ കുഞ്ഞിന് കുറേ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തു. എന്നിട്ടാണ് കുഞ്ഞ് ഇമ്പ്രൂവ്മെൻ്റ് ആയി. ഏകദേശം ഒരു 3 വയസ്സ് വരെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇൻറ്റേർണൽ ഓർഗൻസിന് കുറേ പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ വിഷന് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ, ലേസർ, അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ കുട്ടീനെ രക്ഷപ്പെടുത്തി ഇന്നൊരു സ്റ്റേജിലേക്ക് ആക്കിയെടുത്തത്. അപ്പം എല്ലാ അമ്മമാരും അല്ലെങ്കിൽ എല്ലാ പേരൻസും അറിയേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. മറ്റുള്ളവരെ കുട്ടികളെ വെച്ചിട്ട് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയോ സ്ട്രെസ് അടിക്കുകയോ ഡിപ്രഷനിലേക്ക് പോകാതിരിക്കുക. കാരണം ഇപ്പം പ്രിമച്വർ ബേബീസ് എല്ലാം ഒരേ കാറ്റഗറിയിലുള്ളവർ ആയിരിക്കില്ല. ചില കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ ഒരു ഹെൽത്ത് ഇഷ്യൂസും കാണത്തില്ല. അവർ പ്രിമച്വർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലേ കാണുള്ളൂ. ബട്ട് ചില കുട്ടികൾ അതിലും അപ്പുറം പ്രോബ്ലംസ് ആയിരിക്കും, ചിലവർക്ക് നോർമലായിരിക്കും. അപ്പം നമ്മളുടെ കുട്ടി ജനിക്കുന്നതിനനുസരിച്ചിട്ടും നമ്മളുടെ കുട്ടിയുടെ ഹെൽത്തിനനുസരിച്ചിട്ടും ഒക്കെ ആയിരിക്കും അവരുടെ ഇഷ്യൂസ്. അതല്ലാതെ പ്രിമച്വർ ബേബീസിന് എല്ലാം ഒരേ ഹെൽത്ത് ഇഷ്യൂസും ഒരേ പ്രോബ്ലംസും ആയിരിക്കില്ല. ഇപ്പം മിക്ക ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവർ ഡിസേബിൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിക്ക് പ്രശ്നം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ നടക്കില്ല, അങ്ങനെ പല കാര്യങ്ങൾ ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കും. നമ്മളൊന്നും മൈൻഡ് ചെയ്യാനേ പോകരുത്. നമ്മുടെ കുട്ടിക്ക് ഒരു പ്രോബ്ലമില്ല. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മളത് നന്നായിട്ട് മാറ്റിയെടുക്കും. അത്രമാത്രം ചിന്തിക്കുക. ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴേ നമ്മൾക്കതിൻ്റെ ഒരു വേദന അറിയുള്ളൂ. നമ്മൾ മാക്സിമം ഹാപ്പി ആയിരിക്കാനും കൂളായിരിക്കാനും നന്നായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് ഫുഡ് കഴിക്കാനും ശ്രമിക്കുക. നമ്മൾ ആ ഒരു ടൈമിൽ ഹെൽത്ത് നോക്കാറേയില്ല. അതുകൊണ്ടുണ്ടാകുന്ന മെയിൻ ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടിക്ക് തന്നെ ആയിരിക്കും. നമ്മുടെ കുട്ടീനെ നമുക്ക് ശരിക്കും നോക്കാൻ പറ്റില്ല. നോക്കാൻ പറ്റാതെ വരുമ്പോൾ കുഞ്ഞിന് പ്രോബ്ലംസ് കൂടുതലുണ്ടായിരിക്കും. മറ്റുള്ളവർ പറയുന്നത് ഒരിക്കലും കേൾക്കരുത്. നമ്മളുടെ ഫാമിലിയിൽ നമ്മൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫും പിന്നെ ഡോക്ടർ, അവരെ ട്രസ്റ്റ് ചെയ്യുക. അതുപോലെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും നല്ല ഹോസ്പിറ്റലും തന്നെ നമ്മൾ ചൂസ് ചെയ്ത് എടുക്കുക. പ്രിമച്വർ ബേബീസിന് നമ്മൾ അതിനുശേഷം കൂടുതലായിട്ട് കെയർ കൊടുക്കണം. വീട്ടിൽ വന്നിട്ടാണെങ്കിലും അവർക്ക് നമ്മൾ വെളിയിൽ അവരെ അങ്ങനെ കൊണ്ടുപോയി നടത്തുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ അങ്ങനെ കൊടുക്കുക, ഒന്നും ചെയ്യരുത്. ആ ഒരു ടൈമിൽ നമ്മൾ ഹൈജീനായിരിക്കണം. നമ്മൾ നിൽക്കുന്ന പരിസരവും എന്നാലേ നമ്മുടെ കുട്ടി ഹൈജീനായിട്ട് വരുള്ളൂ. അപ്പോഴേ കുഞ്ഞിന് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഇരിക്കുകയുള്ളൂ. ഇവർക്ക് മറ്റുള്ളവരെക്കാട്ടിലും രോഗപ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ഇടയാക്കും. അതുകൊണ്ട് നമ്മളത് നന്നായിട്ട് സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇവർക്ക്
ചിലപ്പം ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇരിക്കാനേ നടക്കാനേ നിൽക്കാനേ ഒക്കെ പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അതനുസരിച്ചിട്ടുള്ള തെറാപ്പിസ്റ്റിനെ കണ്ട് അതനുസരിച്ചിട്ട് ഫോളോ ചെയ്യുക. അപ്പം എൻ്റെ ഒരു ഇതിൽ എൻ്റെ കുഞ്ഞിന് അങ്ങനെയായിരുന്നു. നമ്മളെല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടും പിന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനും അല്ലാതെയും വിഷനും എല്ലാം കഴിഞ്ഞതാണ് കുഞ്ഞിന്. എന്നിട്ട് പിന്നെയും കുഞ്ഞിന് ഇരിക്കില്ലായിരുന്നു, നിൽക്കില്ലായിരുന്നു, നടക്കില്ലായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നമ്മളതിനെല്ലാം ഡെവലപ്മെൻറ്റ് തെറാപ്പിയും ചെയ്തു, അല്ലാത്ത തെറാപ്പീസ് എല്ലാം ചെയ്തിട്ടാണ് എൻ്റെ കുഞ്ഞ് ഹെൽത്തായി. ഇപ്പം 100% ഹെൽത്തിയാണ്, ഒരു പ്രശ്നവുമില്ല, വളരെ ഹാപ്പിയാണ്. അപ്പം നമ്മൾ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കരുത്. നമ്മുടെ കുഞ്ഞും അതുപോലെ തന്നെ ആയിരിക്കും, ഒരു പ്രശ്നം കാണില്ല. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ കാര്യമെന്ന് വെച്ചാൽ ഇവർക്ക് ആ ഒരു ഫുഡ് കൊടുക്കുന്നതും കാര്യങ്ങളും ഒക്കെ ആയാലും നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കാം. എല്ലാം കൊടുത്ത് ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകരുത്. നമ്മൾ ആദ്യത്തെ കുറേ നാൾ ഒരു 3 വയസ്സ് വരെ അവർക്ക് മാക്സിമം അവർക്ക് ഫുഡ് കൊടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പിന്നെ ഇൻറ്റേർണൽ ഓർഗൻസിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് മെച്ചേർഡായിട്ട് വരുന്നതേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നമ്മൾക്ക് അതിൻ്റെ പുറകിന് ഓരോരോ ഹെൽത്ത് ഇഷ്യൂസ് കൂടി വരും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കാം. പിന്നെ സാധാരണ കണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ അധികം പൗഡറൊക്കെ ഇട്ടിട്ട് ആ ഒരു രീതിയിൽ നിന്നും ഇവരെ ഒഴിവാക്കുക. കുറേ നാളത്തേക്കിന് അവരെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. അവരുടെ ആ ഒരു നാച്ചുറലിന് തന്നെ വിട്ടേക്കും. അവർക്ക് ഒരു പൊട്ട് തൊട്ട് അല്ലെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് പൗഡർ അത്രേ ആവാം. ഓവറായിട്ടുള്ള ഒരിതും അവർക്ക് അപ്ലൈ ചെയ്യാതെ ഇരിക്കുക. അതല്ല ഇൻ കേസ് സ്കിന്നിന് എന്തെങ്കിലും ഡ്രൈ സ്കിന്നോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ കുഞ്ഞ് ഡോക്ടറിനോട് ചോദിച്ചിട്ട് തന്നെ നമ്മൾ കെയർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ടൈമിൽ കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്യുക തന്നെ വേണം. പിന്നെ അമ്മമാരുടെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ അമ്മമാർ നമ്മളെ ഒട്ടും ശ്രദ്ധിക്കില്ല. ഞാൻ തന്നെ ആയിരുന്നാലും അങ്ങനെ തന്നെ ആയിരുന്നു. ബട്ട് ഞാൻ ഡിപ്രഷനിലും ഒന്നും ആയിരുന്നില്ല. നമ്മൾ നല്ല ഹാപ്പി ആയിട്ടും കൂളായിട്ടും തന്നെ ഞാൻ എല്ലാം ഹാൻഡിൽ ചെയ്തു. ബട്ട് നമ്മുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കില്ല, ഫുഡിനെ ശ്രദ്ധിക്കില്ല. നമ്മൾക്ക് അതാണ് മെയിനായിട്ട് പറ്റുന്നത്. ആ ഒരു ടൈമിൽ നമ്മുടെ ഹെൽത്തിനെയും ഫുഡും നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. ഇപ്പോഴല്ല, അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളും അറിയുന്നത്. നമ്മൾ NIC മൊത്തം നമ്മൾ കയറി ഇറങ്ങി നടക്കുന്ന ഒരു ലൈഫായിരിക്കും അന്നേരം. ഡെയിലി 2-3 തവണ നമ്മളിങ്ങനെ കയറി നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും അത് ശ്രദ്ധിക്കണം. അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ബട്ട് കൂടുതലും കുട്ടികൾക്ക് ഇതുപോലെ കുറേ കോമൺ ആയിട്ടുള്ള